അവരെങ്ങോട്ടാ പോയത്? അറിയില്ല. ഓപ്പറേഷൻ ചെയ്താൽ അവരിൽ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയുന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. പാവങ്ങൾ വളരെ വിഷമിച്ചാണ് ഇവിടുന്ന് പോയത്. താൻ എന്തൊരു വിഡ്ഢിത്തരമായി കാണിച്ചത്. ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് താൻ അത് മിസ്സാക്കി കളഞ്ഞല്ലോ. വേർപെടുത്തണമെന്ന് സ്വയം ആവശ്യപ്പെട്ടുകൊണ്ടെത്തിയ സയാമീസുകളെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനോ കേസ് ഹിസ്റ്ററി സ്റ്റഡി ചെയ്യാനോ പോലും സാവകാശം കിട്ടാതെ അവരെ പറഞ്ഞുവിടുക. പ്രൊഫഷണലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ സർജൻസ് ആണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുന്നുള്ള കാര്യം തനിക്കറിയാമോ? കയ്യിൽ വീണ് കിട്ടി ഈ സൗഭാഗ്യം തട്ടിക്കളഞ്ഞ തന്നോട് ഞാൻ എന്താ പറയണ്ടേ? സാധാരണ നമ്മൾ കാണുന്ന ഇരട്ടകളെ പോലെയല്ല സയാമീസ് ഇരട്ടകൾ. അവരുടെ മാനസിക ബന്ധം അത്രയ്ക്ക് ഡീപ്പാണ്. ഡോക്ടർ രാജേന്ദ്രൻ, സയാമീസ് ഇരട്ടകളെ കുറിച്ച് താൻ എന്നെ പഠിപ്പിക്കണ്ട. വർഷങ്ങളായി അത്തരം കേസ് ഹിസ്റ്ററി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അത്തരം ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഒരു മേജർ സർജറിയിലൂടെ അവരെ വേർപെടുത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. യു നോ വൈ? ഹിസ്റ്ററി സേസ് ദാറ്റ്. ഇത്രയും റിസ്ക് എടുത്തത് വേണോ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. റിസ്ക് എടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോ പെയിൻ നോ ഗെയിൻ. ഈ കാര്യത്തിൽ ഞാൻ റിസ്ക് എടുക്കും. 26 വർഷം പരസ്പരം ഒട്ടിച്ചേർന്ന് ജീവിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സയാമീസ് ഇരട്ടകളെ വേർപെടുത്തിയെന്ന ബഹുമതി എനിക്ക് കിട്ടണം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഈ വർഗീസ് വട്ടത്തിന്റെ പേര് വരണം. അതോടൊപ്പം ഒരിക്കലെങ്കിലും വേർപെടണമെന്ന് ആഗ്രഹിച്ച ആ പാവങ്ങളുടെ ആഗ്രഹം എനിക്ക് പൂർത്തീകരിച്ചു കൊടുക്കുകയും വേണം. ഇനി അതാണ് എന്റെ ലക്ഷ്യം. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൊടൈക്കനാലിൽ ഒരു ടൂർ പോയതാണല്ലേ? അതെ. പറയൂ, ആരാണ് നീ? ഞാൻ പറയില്ല. നീ പറയില്ല അല്ലേ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ല അല്ലേ? പറയാം. പറയൂ. പറയാം. ഞാൻ പറയാം. ഞാൻ ഗംഗാധരൻ നായരാണ്. എന്താ നിന്റെ ജോലി? കോൺട്രാക്ടറാ. എങ്ങനെയാ മരിച്ചത്? ഒരു ലേഡി ഡോക്ടർ കൊന്ന് വെട്ടിനുറുക്കി സൂട്ട്കേസിലാക്കിയതാ. നീ ഈ ശരീരം വിട്ടു പോണം, ഇല്ലെങ്കിൽ ഞാൻ കടുങ്കൈ പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഇനി എന്ത് കൊല്ലാനാണ്? നിന്നെ ഒരുത്തി വെട്ടിനുറുക്കി സൂട്ട്കേസിലാക്കിയില്ലേ? ഇത് ക്രിസ്ത്യാനി പ്രേതമല്ല, ഹിന്ദു പ്രേതമാണ്. എങ്കിൽ ഉടനെ പോകൂ. നീ ഈ ശരീരം വിട്ട് പോയി എന്നുള്ളതിന് എന്താണ് തെളിവ്? അച്ഛന്റെ വലതുവശത്ത് നിൽക്കുന്ന ആളിന്റെ സൂട്ട്കേസ് തന്നെയാണ് തെളിവ്. പൊക്കോളൂ, പൊക്കോളൂ. ഞാൻ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കരുതണ്ട. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്താൽ ഒരാൾ മരിക്കുമെന്നുള്ളത് ഒരു സംശയം മാത്രമാണ്. അങ്ങനെ ഞങ്ങളെ അങ്ങ് പറ്റിക്കാൻ നോക്കണ്ട. ലോകത്ത് ഇതുവരെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോഴേക്കും ഒരാൾ ചത്തിട്ടുണ്ടെന്നാണ് മറ്റേ ഡോക്ടർ പറഞ്ഞത്. അത് ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ്. നിങ്ങളെപ്പോലെയുള്ള ഇരട്ടകളുടെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ പുറമെയുള്ള ഈ ഒട്ടിച്ചേരലല്ലാതെ ആന്തരികമായ അവയവങ്ങൾക്കൊന്നിനും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഓപ്പറേഷന് വിധേയരായാൽ നിങ്ങളെ സാധാരണ മനുഷ്യരെ പോലെ ആക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. ഞാൻ വാക്കുതരുന്നു. ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഡോക്ടർക്ക് എന്താ എത്ര നിർബന്ധം? ഒരാൾ മരിക്കുമെന്ന് അറിഞ്ഞപ്പോഴാ പിരിയുന്നതിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായത്. മരിക്കുന്നവരെ ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. മതി. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അധികനാൾ നിങ്ങൾ ജീവിച്ചിരിക്കില്ല. ഒരു കുഴപ്പമില്ല. അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ മരിക്കൂ. മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. പ്ലീസ്, ഞാൻ പറയുന്നത്. എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളുടെ കൈ കൊണ്ട് മരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. ഞാൻ വരട്ടെ. ഓ ശരി. കാലിനിപ്പോ ഡോക്ടറെ വേഷത്തിലാ നടക്കണേ. ഒന്ന് ചാകണമെങ്കിലും വലിയൊരു ആശ്രയിച്ചു. വല്ലാത്തൊരു ജന്മമാണ് നമ്മുടെ. ഒരാള് വരുന്നുണ്ട്, നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ചേട്ടാ, ഞങ്ങളെ ഒന്ന് പൊക്കി വെള്ളത്തിലിട്ട് തരാവോ? വെറുതെ വേണ്ട, ചത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര രൂപ ആണെങ്കിലും തരാം. ഒന്ന് വേഗം ആകട്ടെ. എന്റെ അമ്മേ. ചേട്ടാ, ഇയാൾ എന്തൊരു കഴുതയാ. ഒരു ഉപകാരവും ചെയ്യാത്ത മനുഷ്യന്മാര്. വേറൊരാള് വരുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് പൊക്കി വെള്ളത്തിലിട്ട് തരാമോ? ഒന്നും മരിക്കാനാ. കുറെ കാലമായി എന്നെ ആരെങ്കിലും കൊല്ലണമെന്നും പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇനി ആരാ നമ്മളെ മരിക്കാൻ സഹായിക്കുക?
ഹേയ് പ്രേമൻ, ഇത് ദാസൻ അല്ലേ? ഓപ്പറേഷൻ ചെയ്ത് വേർപിരിയാൻ ആഗ്രഹിച്ച് നിങ്ങൾ രണ്ടുപേരും ടൗണിൽ വന്നു. അത് സാധിക്കില്ലെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച രണ്ട് ഭീരുക്കൾ. ആത്മഹത്യ ചെയ്തതുകൊണ്ട് എല്ലാത്തിനും പരിഹാരമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, അത് നശിപ്പിക്കരുത്. ഞങ്ങൾക്ക് ഇനി ജീവിക്കണ്ട. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പാ. അതൊക്കെ പ്രേമന്റെ തോന്നലുകളാ. മൂൺ ടിവിയിൽ നിങ്ങളെ കുറിച്ചുള്ള ഇന്റർവ്യൂ കണ്ടപ്പോ മുതൽ എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയായി. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. നിങ്ങളെ രക്ഷിക്കാനായി ദൈവം ആകാശത്ത് നിന്ന് അയച്ച ഒരു മാലാഖയാണ് ഞാൻ. തൽക്കാലം അത്രയും അറിഞ്ഞാ മതി. റിയലി ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു സോ മച്ച്. വിഘ്നേശ്വര, ഗണപതി കാപ്പാത്തുങ്കോ. നിന്നോടല്ലാതെ പിന്നെ എന്റെ സങ്കടം ഞാൻ ആരോടാ പറയാ? അല്ല, എങ്ങനെ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചോ? സർക്കാർ ചാരായി നിർത്തിയതോടെ നമ്മുടെ കച്ചവടം പോയി. എന്റെ ഗണപതി, ബാറിലൊക്കെ നമ്മുടെ സോഡ ആർക്ക് വേണം? കടക്കാർക്ക് കൊടുക്കാന്ന് വെച്ചാ അവന്മാർക്ക് 10 സോഡയ്ക്ക് 10 സോഡ ഫ്രീ കൊടുക്കണം. അത് ശരിയാവോ? പറഞ്ഞു വല്ലാണ്ട് കയറണ്ടോ? എനിക്ക് നിന്നോട് ഒരു അപേക്ഷയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ചാരായി നിർത്തിയവന്റെ തലയിൽ ഇടുത്തീ വീഴ്ത്തുക, അല്ലെങ്കിൽ ഫോറിൻ ലിക്കറിന്റെ എക്സൈസ് ഡ്യൂട്ടി കുറപ്പിച്ച് ആ പണ്ടാരത്തിന്റെ വില അങ്ങോട്ട് കുറക്കി. ഞാൻ എല്ലാ ദിവസവും നിന്നോട് ഈ കാര്യം പറയാറുള്ളതല്ലേ. ഇനിയെങ്കിലും ഇതിനൊരു പോംവലി കാട്ടി തരണം. ഈ ഭൂമിയിലേക്ക് ഒന്നും വന്നൂടെ? പിന്നെ ചില കുരുത്തകെട്ടവന്മാരെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കണ കാര്യം നിനക്കറിയാലോ. അങ്ങനെ വിളിക്കുന്നവന്മാരുടെ തല അങ്ങോട്ട് നീ തെറിപ്പിച്ച് തരണേ എന്റെ വിഘ്നേശ്വര. സോടക്കുപ്പി നിന്റെ അപ്പൻ. സോറിട്ടോ, പാവം കുട്ടികളാ, നല്ല കുടുംബത്തിലെ പിള്ളേരാ. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്, അതിന് തന്തേനും തള്ളിനും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോയൊന്ന് സ്നേഹത്തോടെ തലോടിയിട്ട് വരാം. ഇവനൊക്കെ സോടകുപ്പി നിന്റെ അമ്മയുടെ നായര്. നല്ല പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ചെങ്കിലേ നിന്നെ പോലെ 5 സോടകുപ്പി എനിക്കുണ്ടായനാ. കുത്തി കൊല്ലൂട ഞാൻ. 15 വയസ്സിന് താഴെ പ്രായമുള്ളവരെ കുത്തിക്കൊന്ന ക്രിമിനൽ കേസ് ചാർജ് ചെയ്യില്ല. ഈ വണ്ടി മുനിസിപ്പാലിറ്റിയുടെ കരുതോടാ. അപ്പൊ ഇത് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി അല്ലേ? തർക്കുത്തരം പറയുന്നടാ. അടിച്ചതിന്റെ അച്ഛൻ നൽകടാ. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എണീക്കാൻ പറ്റൂല. നിന്നൊക്കെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. പിടി ഞങ്ങൾ എഴുന്നേക്കാം. ഞങ്ങൾ സ്വപ്നം കണ്ട് അറിയാതെ വന്നു കിടന്ന് ഉറങ്ങിപ്പോയതാ. തൽക്കാലം ഒരു അടികൂടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ക്ഷമിച്ചോളാം. ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഞങ്ങള് വിവരം അറിയിച്ചാലേ. ആഹാ, ഈ ഉള്ളവനോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിയതാ. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു ഹിന്റ് തന്നാ മതിയായിരുന്നല്ലോ. ഞാൻ എന്തൊരു പാപിയാണ്. ഈ പാപിയോട് പൊറുക്കില്ലേ ഗണപതി ഭഗവാന്മാരെ. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ അടിയിൽ ആദ്യം മനസ്സിലായില്ല. ഗണപതി ഭഗവാന്മാരോ? ഞാൻ പ്രേമനോ ദാസനുമാ. എന്നെ പറഞ്ഞു പറ്റിയാൻ നോക്കണ്ട. അല്ലെങ്കിൽ ഗണപതി ഭഗവാന്മാര് ഭയങ്കര തമാശക്കാരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് അകത്തേക്ക് വരൂ, എന്നൊന്ന് അനുഗ്രഹിക്കൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ഗണപതി ഞങ്ങളല്ല, അത് ഞങ്ങളെപ്പോലുള്ള വേറെ ഏതോ ഇരട്ടകളാ. എന്നെ ഒന്നും പറഞ്ഞു പറ്റിയാൻ നോക്കണ്ട. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഗണപതി ഭഗവാന്മാരുടെ ഒരു സ്ഥലത്തും വിടില്ല. വരൂ.
വരൂ വരൂ വന്നാലും. അവന് വട്ടാണെന്നാണ് തോന്നുന്നത്. നേരാ, ഏതായാലും കുറച്ചു ദിവസത്തേക്ക് സുഖമായിട്ട് നമുക്കിവിടെ കഴിയാം. പച്ചെടുക്കില്ലെന്ന് എപ്പ നോക്കിയാലും അതൊരു ഒട്ടുക്കത്ത ഓരോ റോങ് നമ്പർ. ഹലോ, പ്രൊപ്പറേറ്റർ സൂപ്രൻ സ്പീക്കിംഗ്. ഞാൻ ബാർ തുടങ്ങിയവരെ നീ അറിഞ്ഞില്ലേ? ബാറിലേക്ക് ദിവസം 1000 സോഡ വേണം. അത് നിന്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ എന്തോ പറ്റി? നിന്റെ ആരെങ്കിലും ചത്തോ? ഇല്ല, ഇത്രയും നാൾ ഇവിടെ വന്നിരുന്നത് മുഴുവൻ റോങ് നമ്പർ ആയിരുന്നു. ഇത്രയും പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണം എന്റെ ഗണപതി. വിനായകനേ വീണേ തീർപ്പവനേ